അമ്മേ, അമ്മേനോട് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയുടെ മകനല്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. എന്റെ മകനായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. ഞാൻ എന്റെ മകനെ നല്ലത് പറഞ്ഞു കൊടുത്തും നല്ല രീതിയിലും വളർത്തിയത്. എന്റെ മകൻ ഞാൻ പറഞ്ഞതിനപ്പുറം ഒരിക്കലും പോയിട്ടില്ല. എന്നാ ഇവനോ? അതെ അമ്മേ, ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ ഇത്രയും പ്രണയിക്കുന്ന ശിവാനി എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയായാലും ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതുപോലെ കല്യാണം നടന്നില്ലേ? ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരിയല്ലേ? മുടങ്ങിയില്ലല്ലോ. ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം നടന്നില്ലേ? നോക്ക്, ഈ ഭൂമിയിൽ ഇവരെക്കാ ബുദ്ധിയുള്ളവർ ആരും തന്നെ ഇല്ലെന്നല്ലേ അവൻ പറയുന്നത്. ത്രിവിക്രമിന്റെ പെണ്ണിനെ ഇവൻ താലി കെട്ടിയില്ലേ? എന്നിട്ട് വാക്കും തെറ്റിച്ചിട്ടില്ല, ഇവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. മൊത്തത്തിൽ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നശിപ്പിച്ചവനാണ് ഇവൻ. എല്ലാം നശിപ്പിച്ചു. അമ്മ, അതങ്ങനെയല്ല അമ്മേ. എനിക്ക് ആ സമയത്ത് ശിവാനിയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അപ്പോ നമ്മളെക്കാളും അവന് വലുത് അവളാണോ എന്ന് ചോദിക്കു ചേട്ടാ. അതെ അമ്മേ, എനിക്ക് അവള് തന്നെ വലുത്. എനിക്കറിയായിരുന്നു ചേട്ടാ, അവന് നമ്മളോടൊരു തരി പോലും സ്നേഹമില്ലെന്ന്. ഇപ്പൊ അത് അവൻ തന്നെ പറഞ്ഞു തന്നില്ലേ? 23 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയതിന് നല്ലൊരു സമ്മാനം തന്നെ തന്നവൻ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്ക്. ശരി അമ്മേ, എനിക്ക് നിങ്ങളെക്കാൾ അവള് തന്നെ വലുത്. അങ്ങനെ ആവാനുള്ള കാരണവും നിങ്ങൾ തന്നെ അമ്മേ. ഓരോ തവണയും അവളെ കാണുമ്പോ നിങ്ങളെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മയെ കാണുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യും. അവളുടെ സംസാരം, അവളുടെ ബിഹേവിയർ എല്ലാം അമ്മയുടെ പോലെ തന്നെ തോന്നുന്നത്. ഇതുപോലൊരു അമ്മയെ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടില്ല അമ്മേ. അതേ സ്വഭാവം തന്നെയാണ് അവൾക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ എനിക്ക് അവളോട് പ്രണയം തോന്നി. ഞാൻ തന്നെ ഈ കല്യാണം നിർത്തിയിട്ട് ശിവാനിയുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടി. ത്രിവിക്രം, വേണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ കാണിക്കുന്നത് തെറ്റാണ് ത്രിവിക്രം. എന്ത് തെറ്റ്? ഞാൻ ഈ കാണിക്കുന്ന തെറ്റൊന്നുമല്ല, അവൻ ചെയ്ത തെറ്റ്. എനിക്കിനി ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവരൊന്നിച്ച് ജീവിക്കാൻ പാടില്ല, അകന്ന് ജീവിക്കണം. അവരൊരുമിക്കാൻ പാടില്ല, ഒരുമിക്കാൻ പാടില്ല. തൃശൂൽ, ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
വാടാ. ദൈവമേ, ഇതെന്താ മരുമോ കുടിച്ചോണ്ടാണല്ലോ വന്നിരിക്കുന്നത്. വാടാ. മരുമോനെ, നീ കുടിച്ചിട്ടാ വന്നേ? എവിടേക്കാ പോയത്? നിന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു നിങ്ങൾ ആരും അന്വേഷിക്കണ്ട. എന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? വിളിക്കാവനെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. തൃശ്ശൂർ വിളിച്ചു കൂവണ്ട. ഇവിടെയുള്ള മറ്റുള്ളവർ കേട്ട എന്ത് വിചാരിക്കും? മായേ, നീയെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? അവന്റെ വേദനയല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതെങ്കിലേ, എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ശിവാനി എന്നിൽ നിന്ന് നിങ്ങളൊക്കെ കൂടി അകറ്റിയിട്ട് സമാധാനമായിട്ട് നിങ്ങളൊക്കെ ജീവിക്കല്ലേ. അവനോട് വരാൻ പറയാങ്കിലേ, അവന് വിളിക്കേ. ആരാ മോനെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കുന്നത്? നിന്നെ പറ്റിച്ചിട്ട് ആർക്കെങ്കിലും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സമാധാനക്കുറവെന്താ? ശിവാനിനെ അവൻ കല്യാണം കഴിച്ചില്ല, ഇനി ഞാൻ സുഖമായി ജീവിക്കുമല്ലോ. എടാ, താലികെട്ട് കഴിഞ്ഞെന്നും പറഞ്ഞു ഉടനെ ദാമ്പത്യ ജീവിതം തുടങ്ങും മരുമോനെ. എന്നുവെച്ചാ താലിയുടെ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം, പക്ഷെ നീ സമാധാനത്തോടെ കേൾക്കണം. ശിവാനി അവന്റെ കൂടെ ജീവിതം തുടങ്ങിയെന്നാണോ നീ വിചാരിക്കുന്നത്? ഇല്ല, അവൾ അവന്റെ കൂടെ ഇല്ല. What are you talking, Mr. Uncle? അതേ മോനെ, ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ഞാൻ ഒരു കാരണവശാലും ഇവന്റെ കൂടെ ജീവിക്കുകയുമില്ല. എനിക്കിതൊന്നും വേണ്ട. അങ്കിള്, അയ്യോ മരുമോനെ, ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഈ കവിളത്ത് അടിക്കാനല്ലാതെ നീ ഉമ്മ തന്നല്ലോടാ എനിക്ക്. എന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന് ഒരു ഉമ്മ കൂടി ഞാൻ തരേണ്ടതാ. അങ്കിളെ, ഐ ആം സോ ഹാപ്പി. മോനെ, ഇത് വീടാ, ശബ്ദം ഉണ്ടാക്കല്ലേ. അത് ശരിയാ, സൈലന്റ് ആയിരിക്കും. മായ, അവരെ എങ്ങനെ അകറ്റാന്ന് ആലോചിച്ചുണ്ടല്ലേ നമ്മൾ വന്നേ. പക്ഷെ ദൈവം എനിക്കതിന് അവസരം തന്നില്ല. പുള്ളി തന്നെ എല്ലാം കൂടി ചെയ്യുന്നു. അങ്ങനെ കൊള്ളല്ലേ മരുമോനെ? എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇനി നീ ഒരിക്കലും ഈ വീട് വിട്ട് പോകാൻ പാടില്ല. ഇവിടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും അങ്കിളെ. അവനെ ഞാൻ കൊല്ലാൻ വേണ്ടിയാ വന്ന. വേണ്ട, അവൻ അങ്ങനെ ചാവാൻ പാടില്ല. ഓരോ നിമിഷം അവന് ഓരോ പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. അവൻ ശിവാനിയുടെ ഓർമ്മയിൽ തന്നെ ഇല്ലാതാവണം. എനിക്കതൊക്കെ കണ്ട് സന്തോഷിക്കണമെങ്കിലേ. എന്റെ കൺമുമ്പിൽ വെച്ച് ശിവാനിയെ താലി കെട്ടി സന്തോഷിച്ചില്ലേ അവൻ? ശിവാനി അവന്റെ അടുത്തില്ലാതെ അവൻ എങ്ങനെയാ സങ്കടപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. എവിടെയെങ്കിലും അവനിപ്പോ, അവനെ എനിക്കൊന്ന് കാണണം. മായ, നിനക്ക് അവനെ കാണണമെന്നില്ലേ? ഇല്ല. നീ പറഞ്ഞതുപോലെ എനിക്കൊരു പഴയ കണക്ക് ബാക്കിയുണ്ട്. അതിപ്പോ എവിടെയാണെന്ന് നോക്കിയിട്ട് എനിക്ക് സന്തോഷിക്കണം. ഞാൻ അവിടേക്ക് പോയിട്ട് വരാം. ഓക്കേ, ഡൺ. ഓൾ ദി ബെസ്റ്റ്. അങ്കിളെ, അങ്കിള് സന്തോഷമുള്ള കാര്യമില്ലേ പറഞ്ഞു? അങ്കിളെ, എനിക്ക് വേണ്ട. അങ്കിളിനെ എനിക്ക് അറിയില്ല അങ്കിളെ. എന്നെ കുടിക്കാൻ പഠിപ്പിച്ചത് ആരാ? അങ്കിളെ, എൻജോയ്.
ശിവാനി, നീ ഇങ്ങനെ കരയുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്ക് കുറെ കാലമായി പരിചയമില്ലായിരിക്കാം. എന്നാൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നെ നീ എനിക്ക് എന്റെ കൂട്ടുകാരിയായി കഴിഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ എന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാ. നീ സമാധാനമായിട്ടിരിക്കും ശിവാനി. നിന്റെ വേദനയെല്ലാം എനിക്ക് മനസ്സിലാവും. പ്രണയിച്ചത് ഒരാളെ, താലി കെട്ടിയത് മറ്റൊരാൾ. അരുതാത്തത് സംഭവിച്ചു. സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആരുടെ കണ്ണുപെട്ടതാണോ എന്തോ. പ്രണയിക്കുന്നവരെ നഷ്ടപ്പെട്ടാൽ എത്രത്തോളം വേദന ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ തൃശൂൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയതേയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ തടഞ്ഞേനെ. അവനെ ഇപ്പൊ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യമോ വരുന്നത്. അപ്പൊ നിന്റെ കാര്യം പറയണ്ടല്ലോ. ശിവാനി, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കെ, സമാധാനപ്പെട്. എങ്ങനെയാ ധൈര്യമായിട്ടിരിക്കുന്ന? എന്ന് പറഞ്ഞ ഞാൻ സമാധാനിക്കണ്ടേ? എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം, എന്റെ സ്നേഹം എല്ലാം എന്റെ ത്രിവിക്രമനായിരുന്നു. അവനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി ഒരിക്കലും എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നീ വേണമെന്ന് കരുതി ചെയ്തതല്ലോ. ആ തൃശൂല് പറിച്ചെടുത്ത് കളഞ്ഞതല്ലേ. ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൃശൂല തെറ്റ് ചെയ്തേ. നിന്റെ കാര്യത്തിൽ തൃശൂൽ വളരെ ക്രൂരമായ പെരുമാറിയത്. തെറ്റാരുടേതായാലും അതുകൊണ്ട് വേദനിക്കുന്നത് എന്റെ ഹൃദയമല്ലേ? ഓരോ നിമിഷവും മുള്ളിന്റെ മേലെ നിൽക്കുന്നത് പോലെ തോന്നുന്നത്. ആ മുള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ തോന്നുന്നത്. എന്റെ കഴുത്തിലുള്ള ഈ താലി എന്നെ ശ്വാസം മുട്ടിക്കുന്നു മായാങ്കലി. നീ ഇങ്ങനെ കരയല്ലേ ശിവാനി. സമാധാനമായിട്ടിരിക്കേ. നിന്റെ കൂടെ ഞാനുണ്ട്. മനസ്സിന്റെ വിഷമം കാരണം കട്ടിലേക്ക് കിടക്കാതെ ഇവിടെ വന്നിരിക്കാം. പാവം തൃശൂർ. നോ, പാവമല്ല ഇവൻ. പാപിയവൻ. പാപിയടാ നീ. എന്റെ കയ്യിൽ നിന്ന് ശിവനെ തട്ടിയെടുത്ത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലടാ നീ. എന്റെ അടുത്ത് നിന്നെല്ലാം നീ തട്ടിപ്പറിച്ചു. ഇത്രയും ദിവസം ഞാൻ ചുമ്മായിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ലടാ. നീ എന്നോട് ചെയ്തതിനെല്ലാം എണ്ണി പ്രതികാരം ചെയ്തിരിക്കും. കണക്കുകൾ ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോവാ. അനുഭവിക്കാൻ നീ റെഡിയായിക്കോ. ശിവാനിയ, ഫോട്ടോ നോക്കിക്കോ നീ. പക്ഷെ ഇവള് നിനക്കുള്ള അല്ലടാ, അവള് എനിക്കുള്ളതാ. അവൾ ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല. അവൾ എന്റേത് മാത്രം. അവൾക്കൊപ്പം ജീവിക്കാൻ അധികാരമുള്ളത് എനിക്ക് മാത്രം. അത് നിനക്കല്ലടാ, അല്ലേ ശിവാനി? നീ തന്നെ പറ. Shivani, good night.
ഇങ്ങോട്ട് വന്നേ. അമ്മ, എനിക്ക് വിശക്കുന്നില്ല. ത്രിവിക്രം, നീ വിഷമത്തിലാണെന്നറിയാം. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കാൻ നിനക്കിപ്പോ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ പോലെ വേദന ഞങ്ങൾക്കും ഉണ്ട് മോനെ. സംഭവിച്ചതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അതിനെല്ലാം ക്ഷമയും ചോദിച്ച് നീ എല്ലാം മറക്കണമെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല മോനെ. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും ദൈവഹിതം. സംഭവിക്കുന്നത് കണ്ടാ തോന്നും ഇതൊന്നും നല്ലതിന് വേണ്ടിയിട്ടല്ലാന്ന്. തിരിച്ചൊന്നും ചെയ്യാനും പറ്റില്ല, അവിടെ ഇങ്ങനെ നിൽക്കാനും പറ്റില്ല. വീണു പോയാ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം. പ്രണയത്തിന്റെ കാര്യത്തിൽ എല്ലാ അച്ഛനമ്മമാരും എതിർപ്പ് കാണിക്കും. മക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഓരോന്ന് സംസാരിക്കും. എന്നാൽ ആ സമയത്തെ മാതാപിതാക്കളുടെ വേദന മക്കൾ ഒരിക്കലും മനസ്സിലാക്കുന്നേയില്ല. നിന്നോട് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല മോനെ. എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക.